ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധ ദർശനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരിലും 3 തരം വിഷങ്ങളുണ്ട്. വിഷം, പോയിസൺസ്, 3 ടൈപ്പ് ഓഫ് പോയിസൺസ് നമ്മുടെ ഓരോരുത്തരിലും ഉണ്ടെന്നാണ് ബുദ്ധൻ പറയുന്നത്. എന്താണ് ആദ്യത്തെ വിഷം? എന്താണ് ആദ്യത്തെ വിഷം? ആസക്തി അല്ലെങ്കിൽ തൃഷ്ണ, അത്യാഗ്രഹം, അത്യാർത്ഥി. ഇതാണ് ആദ്യത്തെ വിഷം. നമ്മളെല്ലാം ഉള്ളത്, ഏറെയും കുറഞ്ഞും ഉണ്ട്. ഇതിനെ എങ്ങനെ നേരിടണം? അതിന് ധാർമ്മികമായ മോറൽ പരിശീലനം അത്യാവശ്യമാണ്. മോറൽ പരിശീലനത്തിലാണ് പഞ്ചശീല പരിശീലനം വരുന്നത്. ഇവിടെ ചൊല്ലിക്കൊണ്ട് പഞ്ചശീല പരിശീലനം എന്ന് പറയുന്നത് ധാർമ്മിക പരിശീലനമാണ്. ആ പരിശീലനം നേരിട്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിന്റെ അതുപോലെ തന്നെ കൃഷ്ണയെയും അത്യാർത്ഥിയെയും എല്ലാം ശമിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലെ തിന്മകൾ കുറഞ്ഞ് മനസ്സിൽ നന്മകൾ കൂടി വരും. അതാണ്. അപ്പോൾ തിന്മയുടെ വിഷം ഇല്ലാതാക്കണം. അതുപോലെ രണ്ടാമത്തെ വിഷമാണ് കോപം, ആങ്കർ, ദേഷ്യം. എല്ലാവർക്കും ദേഷ്യമാണ്. ആർക്കും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ, എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ദേഷ്യമാണ്, കൊലയാണ്. ഇതിനെ എങ്ങനെ നേരിടാൻ പറ്റും? ഇതിനെ നേരിടുന്നത് മെഡിറ്റേഷനിലൂടെയാണ്. മെഡിറ്റേഷനിലൂടെ ഇതിനെ നേരിട്ട് ഒരു ശാന്തിയും സമാധാനവും നൽകുന്ന വിധത്തിൽ കോപത്തെ അടക്കി താഴേക്ക് കൊണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ വിഷത്തെ നേരിടുന്നതാണ്. മൂന്നാമത്തെ വിഷമാണ് ഡിലൂഷൻ, അതായത് ഈ മിഥ്യാധാരണകൾ, മിഥ്യാബോധം. എല്ലാ മനുഷ്യനും ഉണ്ട് മിഥ്യാബോധം. കാണുന്നതല്ല മനസ്സിലാക്കുന്നത്, കേൾക്കുന്നതല്ല മനസ്സിലാക്കുന്നത്, റിയാലിറ്റി അറിയുന്നില്ല. അതാണ് ബുദ്ധിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റിയാലിറ്റി അറിയുക, സത്യത്തെ. എന്താണ് റിയാലിറ്റി? എന്താണ് റിയൽ? സത്യം എന്താണ്? അതിനെ അറിയുക എന്നുള്ളതാണ് ബുദ്ധ പരിശീലനത്തിന്റെ വലിയ ലക്ഷ്യം. പക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഡെലൂഷനാണ്, അതായത് മിഥ്യാബോധം, മിഥ്യാധാരണ. അതാണ് റിയലായിട്ടുള്ളത് എന്ന് നമ്മൾ കരുതുകയാണ്. ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഇതിനെ മാറ്റണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രജ്ഞയെ ഉണർത്തി പ്രജ്ഞാ പരിശീലനം നടത്തും. നമ്മുടെ വിഷ്ണത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട, തെളിവെ ഉള്ളതാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ 3. അപ്പൊ എന്തു വന്നാലും ബുദ്ധ പരിശീലനം, ധമ്മ പരിശീലനം അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മുടെ ലോകത്ത് നമുക്ക് വ്യക്തിപരമായി നമുക്ക് തന്നെയും നമ്മുടെ ഭിക്ഷുക്കളുടെ, പ്രത്യേകിച്ചും കേരളത്തിൽ എത്തിയിരിക്കുന്ന നമ്മുടെ യുവ ഭിക്ഷുക്കളുടെ സേവനവും അവരുടെ സഹകരണവും നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ബുദ്ധ ദർശനത്തിന് പുതിയ പാതകൾ, പന്ഥാവ് വെട്ടിത്തുറന്നുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുവാനും ഈ സംസ്കാരം ഏതെങ്കിലും ഒരു മത സംസ്കാരമല്ല, ഹ്യൂമാനിറ്റിയുടെ സംസ്കാരമാണ്, മാനവികതയുടെ സംസ്കാരമാണ്. അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരെയും എൻലൈറ്റൻഡ് ആക്കുക എന്നുള്ളതാണ്. ഒരു എൻലൈറ്റൻഡ് സൊസൈറ്റി, ബാബാസാഹേബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടു ക്രിയേറ്റ് ആൻ എൻലൈറ്റൻഡ് ഹ്യൂമൻ സൊസൈറ്റി എന്നാണ് ബാബാസാഹേബ് പറഞ്ഞത്. ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായി ഒരു മാനവ സമൂഹത്തെ, പ്രബുദ്ധമായ മാനവ സമൂഹത്തെ സൃഷ്ടിക്കുക. അതാണ് ബാബാസാഹേബ് പറഞ്ഞത്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ടു ക്രിയേറ്റ് ആൻ എൻലൈറ്റൻഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് ആൻ ബുദ്ധിസ്റ്റ് ഇന്ത്യ എന്നാണ്. ബുദ്ധിസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ അത് വേണമെന്ന് തിരിക്കേണ്ട കാര്യമില്ല. അതൊരു ഇസ്ലാം ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഇന്ത്യയോ ഏതെങ്കിലും മതത്തിന്റെ ഇന്ത്യയല്ല ബുദ്ധിസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റിയുടെ ഇന്ത്യയാണ് ബുദ്ധിസ്റ്റ് ഇന്ത്യ. അതുകൊണ്ട് അവർ ബുദ്ധിസ്റ്റ് ഇന്ത്യയെ ഒരു ഹ്യൂമൻ എൻലൈറ്റൻഡ് ഹ്യൂമൻ സൊസൈറ്റിയെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ ഈ പരിശ്രമത്തിൽ
നമുക്ക് ബുദ്ധിസത്തിന്റെ കരുത്തും ശേഷിയും നമുക്ക് ഉപയോഗിക്കണം. അതിന് നമ്മുടെ ഭിക്ഷുക്കൾ തീർച്ചയായും നമ്മളെ സഹായിക്കും. അവരുടെ ഗൈഡൻസ് നമ്മളെ സഹായിക്കും. അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭീം, ജയ് ധമ്മ, ജയ്